വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണല്ലേ. അപ്പോൾ പുതിയ SCERT പാഠഭാഗത്ത് എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ SCERT ക്ലാസ്സുകൾ 5, 7, 8, 9, 10 എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഓരോ ക്ലാസ് വൈസ് ആയിട്ടും നമ്മൾ ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് പറയുന്നത്, നോബിൻ മാധവ് എന്ന് പറയുന്ന ഒരു കുട്ടി പറയുന്നുണ്ട്, അച്ഛാ ഈ സ്വേച്ഛാധിപത്യം നമ്മൾ എത്ര നാൾ സഹിക്കും? നീല മുതലാളിമാർ നമ്മെ സ്വന്തം മണ്ണിൽ വെറും അടിമകളാക്കിയിരിക്കുന്നു. നമ്മുടെ അവകാശങ്ങൾക്കായി നാം ഉണർന്നു പോരാടേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത് അച്ഛൻ, എൻ്റെ മകനെ നമ്മുടെ കഷ്ടപ്പാടുകൾ വലുതാണ്, എന്നാൽ നമ്മുടെ ഐക്യം അതിനേക്കാൾ വലുതാണ്. കർഷകർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലും നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. നമ്മൾ ദുർബലരല്ല, നമുക്ക് ചെറുത്തു നിൽക്കുവാനും നമ്മുടെ അന്തസ്സ് വീണ്ടെടുക്കുവാനും കഴിയണം എന്ന് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ സാധുചരൺ എന്ന് പറയുന്ന വേറൊരു മകൻ പറയാണ്, അതേ നോബിൻ പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ കാലമായി നമ്മൾ ഇതൊക്കെ എന്താണ് നിശബ്ദമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമ്മുടെ പൂർവികർ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ഭാവി തലമുറയ്ക്കായി നമുക്ക് ഒന്നിച്ച് പോരാടാം എന്ന് പറയുന്നുണ്ട് അല്ലേ. മുകളിൽ നൽകിയ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ബംഗാളി സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണിത്. അപ്പോൾ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ, നീൽ ദർപ്പൺ എഴുതിയത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയുടെ എന്തെന്ന് പറയുന്നത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. എന്താണ്? ബംഗാളി സാഹിത്യകാരനാണല്ലേ അദ്ദേഹം എന്താണ് നീൽ ദർപ്പണിൽ പറയുന്നത്? നീലം തോട്ടുടമകളുടെ ചൂഷണത്തിനെതിരായിട്ടല്ലേ, നീലം തോട്ടുടമകളുടെ ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്? ഈ നീൽ ദർപ്പൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ദീനബന്ധു മിത്ര പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. മുൻ അധ്യായത്തിൽ നാം ചർച്ച ചെയ്ത നീലം തോട്ടുടമകളുടെ ചൂഷണത്തിനെതിരായ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനം എന്നിവയാണ് നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായത് അല്ലേ. വിദേശാധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയും സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുള്ള മോചനവും. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാകുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ എല്ലാത്തിലും വേർതിരിവുണ്ടായിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം എന്നിവ പറയുന്ന എല്ലാ മേഖലകളിലും എന്തുണ്ടായിരുന്നു? വേർതിരിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കിടയിൽ ഒരു 19ാം നൂറ്റാണ്ട് പകുതി ആയപ്പോൾ ഒരു ഐക്യബോധം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഐക്യബോധത്തിൽ നിന്നാണ് ദേശീയത എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക്, ദേശീയതയിലേക്ക് ആവിർഭാവം കൊള്ളുന്നത് അല്ലേ. നോക്കി, ഇതാരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. ദാദാഭായ് നെഹ്റുജി സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലോ PSCയുടെ ഇതിലെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നെഹ്റുജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നെഹ്റുജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ചോർച്ച സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും സമ്പത്ത് പോകുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങളാണ് എന്തിലുണ്ടായിരുന്നത്? ദാദാഭായിയുടെ ചർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. ഇനി സാമ്പത്തിക നയം.
ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ഭൂനികുതി വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നല്ലേ. റേറ്റുവാരി, മഹൽവാരി, അതുപോലെ തന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അങ്ങനെ പതുക്കെ എന്ത് സംഭവിക്കുകയാണ്? ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഇന്ത്യ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ട് മാറാണ്. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും ദാരിദ്ര്യത്തിനും കാരണമായി. അപ്പോൾ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ദാരിദ്ര്യത്തിന് കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങിയ വിവിധ ഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. അങ്ങനെ ആരൊക്കെ? കർഷകർ, കൈവേലക്കാർ, അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ പല എന്താണ് ചെയ്യുന്ന പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മൾ കുറച്ച് കലാപങ്ങളൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. MG റാനഡെ അല്ലേ. ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ് ഈ സാമ്പത്തിക ചൂഷണത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠനം നടത്തിയത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, RC ദാസ്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചതെന്നാണ്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കുവാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് കാരണമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നത്? കുറച്ച് പേരെങ്കിലും ഇവരോട് അനുഭാവം കാണിക്കണം അല്ലേ, ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്താലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായി മാറി. അപ്പോൾ അവർ പഠനം കൊടുത്തപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ളവരുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടുതലായിട്ട് അവിടെ എന്ത് സംഭവിക്കുകയാണ്? കൂടുതൽ വിവരങ്ങൾ, അറിവുകൾ ലഭിക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ്? ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ചിട്ടുള്ള ബോധം ആർക്ക് ലഭിക്കുകയാണ്? ഇന്ത്യക്കാർക്ക് ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് സൈഡിലായിട്ട് MG റാനഡെയും അതുപോലെ തന്നെ RC ദത്തിൻ്റെയും ഫോട്ടോ നൽകിയിട്ടുണ്ട് കേട്ടോ. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ചെയ്ത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുവാനാണ് ും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതെന്നുണ്ടെങ്കിലും അതിന് ഇതായിട്ട് എന്താണ് ചെയ്യുന്നത്? ഇവർക്ക് ദേശീയത എന്ന് പറയുന്ന ഒരു ബോധം വരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി എന്ന് പറയുന്ന ചിന്തകളൊക്കെ വരാണ്. അങ്ങനെ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത് ഇംഗ്ലീഷായിട്ട് മാറിയില്ലേ. പൊതുവായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇംഗ്ലീഷായിട്ട് മാറി. വരുന്നവർക്കും പോകുന്നവരുടെയും എന്താണ് പറയുന്നത്? പൊതുഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷായിട്ട് മാറി. ഇനി സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരനായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവച്ചു. അപ്പം അങ്ങനെ സാഹിത്യം എന്ന് പറയുന്ന ഒരു മേഖല ഇവിടേക്ക് കടന്നു വരാണ് അല്ലേ. ദേശീയത പ്രചരിപ്പിക്കുന്നതിനായിട്ട് സാഹിത്യകൃതികളും പത്രങ്ങളൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരായ ആരൊക്കെയായിരുന്നു? ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി എന്നിവരായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ടേബിൾ കഴിഞ്ഞ CRTയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ഇനി വരുന്ന എക്സാമുകളിൽ
ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ പ്രധാന ദേശീയ സാഹിത്യകാരന്മാരാണ്. അവരുടെ ഭാഷ ഏതായിരുന്നു? ബംഗാളി ഭാഷയായിരുന്നു അല്ലേ? ബംഗാളി ഭാഷയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതും രവീന്ദ്രനാഥ ടാഗോറിൻ്റെതും. ഇനി ലക്ഷ്മിനാഥ് ബസ് ബറുവ ഉണ്ടായിരുന്നോ? കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ആണ്. ഭാഷ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏതാണ്? മറാത്തി ആണല്ലോ. മറാത്തി ഭാഷയിലാണ് കൃതികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. സുബ്രഹ്മണ്യ ഭാരതി തമിഴ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര കഴിഞ്ഞ ഉണ്ടായിരുന്നില്ല അല്ലേ? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പഠിച്ചു വയ്ക്കുക. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. പ്രേംചന്ദ് എന്നിവർ ഹിന്ദിയിലേതാണ്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ആണ്. വെള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിലാണ് എഴുതിയത്. ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ഭാഷയിലാണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി. സുബ്രഹ്മണ്യ ഭാരതി തമിഴ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പഠിച്ചു വയ്ക്കാട്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസുകാരിയാണ്. ആസാമീസ് ഭാഷയിലാണ് എഴുതിയത്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദുവിലും വള്ളത്തോൾ നാരായണ മേനോൻ ഏതിലാണ് എഴുതിയത്? മലയാളത്തിലാണ്. നമുക്കറിയാവുന്നതാണ്. അവരുടെയൊക്കെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. അപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? സാമൂഹിക പരിഷ്കർത്താവായ ആരാണ്? രാജാറാം മോഹൻ റോയാണ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാദുൽ അക്ബറും. അപ്പോൾ അദ്ദേഹത്തിന് രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഏതൊക്കെയാണ്? സംവാദ് കൗമുദിയും മിറാദുൽ അക്ബറുമാണ്. ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സംവാദ് കൗമുദി ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഇതിലാണ് ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. പേർഷ്യൻ ഭാഷയിലാണ് മിറാദുൽ അക്ബർ എഴുതിയിട്ടുള്ളത്. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുവാനും അവയ്ക്കെതിരെ പ്രതികരിക്കുവാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് സംവാദ് കൗമുദി ബംഗാളിലെയും അതുപോലെ തന്നെ മിറാദുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലേതും. ബാക്കിയുള്ള പത്രങ്ങൾ ഏതൊക്കെയാണ്? അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലെയും മാതൃഭൂമി, അൽ അമീൻ എന്ന് പറയുന്നത് മലയാളം ഭാഷയിലേതുമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കാൻ നമുക്ക് ചോദിക്കാവുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ. ബംഗാളി ഭാഷയിലുള്ളതാണ് അമൃത് ബസാർ പത്രിക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങൾ? ആ ഒരു സമയത്തെ തുടക്കം കുറിച്ച പത്രങ്ങൾ ചോദിക്കാം. അപ്പോൾ അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിൽ, ദ ഹിന്ദു അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ, മാതൃഭൂമി അൽ അമീൻ മലയാളം ഭാഷയിൽ. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിത്തൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അപ്പോൾ ഈ പത്രങ്ങളിലൂടെയാണ് ഇവരെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം ബ്രിട്ടീഷുകാർ ഈ പത്രങ്ങളൊക്കെ എന്താണ്? ശത്രുവായിട്ടാണ് കണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പ്രഭുവാണ്? ലിത്തൺ പ്രഭു. പഠിച്ചു വയ്ക്കുക. ലിത്തൺ പ്രഭുവാണ് ഏത് നടപ്പിലാക്കുന്നത്? നാട്ടുഭാഷാ പത്ര നിയമം. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്ന ആരാണ്? ലിത്തൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇനി വരുന്നത് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്, സംഘടനകൾ, സ്ഥാപനങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ സംവാദ് കൗമുദി അതുപോലെ തന്നെ പിന്നെന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? മിറാദുൽ അക്ബർ എഴുതിയിട്ടുള്ളതുമായി തന്നെയായിരുന്നു രാജാറാം മോഹൻ റോയുടേതാണ്.
ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്, 1772 ബംഗാളിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ആർക്കുണ്ടായിരുന്നു? രാജാറാം മോഹൻ റോയിക്ക് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവാശയങ്ങളും ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെന്താണ്? ശൈശവ വിവാഹം, ബഹുഭാരതം എന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ്? സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മസമാജം എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ സാമൂഹിക പ്രസ്ഥാനം ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ശൈശവ വിവാഹം, ബഹുഭാരതം എന്ന് പറയുന്നത് എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയതും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടത് ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് എന്തൊക്കെയാണ് ചെയ്തത്? സതി നിർത്തലാക്കി. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു. ബ്രഹ്മസമാജം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാരതം എന്ന് പറയുന്നത് ഇതിനൊക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. നെക്സ്റ്റ്, ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. അപ്പോൾ ജ്യോതിറാവ് ഫുലെ മഹാരാഷ്ട്രയിലുള്ള താഴ്ന്ന ജാതിക്കാരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ചോദിക്കാറുണ്ടല്ലോ, സത്യശോധക് സമാജം ആരുടേതാണ്? ജ്യോതിറാവ് ഫുലെയുടേതാണ്. മഹാരാഷ്ട്രയിലാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലാണ്. ആരാണ് രൂപം നൽകിയത്? ജ്യോതിറാവ് ഫുലെയാണ്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ സത്യശോധക് സമാജത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? വിധവാ വിവാഹം നടപ്പിലാക്കുക, വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അപ്പം മഹാത്മാ എന്ന് വിളിച്ചത് ആരെയാണ്? ജ്യോതിറാവ് ഫുലെയാണ്. എവിടെ? മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരാണ് അല്ലേ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫൂലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അപ്പോൾ ജ്യോതിറാവ് ഫുലെനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. മഹാരാഷ്ട്രയിൽ സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. അതുപോലെ തന്നെ വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക, വിധവാ വിവാഹം നടപ്പിലാക്കുക ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? മഹാത്മാ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു, സാവിത്രിബായി ഫൂലെയാണ് കൂടെ ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിശാ പാഠശാലകൾ, പെൺപള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ? സാവിത്രിബായി. നെക്സ്റ്റ് പറയുന്നത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ്. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്ന പണ്ഡിത രമാബായി. അപ്പോൾ സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യം ആരാണ്? പണ്ഡിത രമാബായി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ എന്തെന്ന് വിളിച്ചു? പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പോൾ പണ്ഡിത എന്ന ബഹുമതി
നൽകിയത് ആരെയാണ് പണ്ഡിത രമാബായിയാണ്. നമ്മൾ പറയുന്നത് പണ്ഡിത രമാബായി എന്നാണ്. അപ്പോൾ രമാബായി പണ്ഡിത എന്ന് വിളിച്ചത് ആരാണ്? കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ്. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ എന്താണ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത്? ആരാണ്? പണ്ഡിത രമാബായി ആണ് ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത്. എന്താണ് പറയുന്നത്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുക, അതുപോലെ തന്നെ വിധവകളുടെയും പെൺകുട്ടികളുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിച്ചത് ാണ് രമാബായിയാണ്. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. അപ്പം പണ്ഡിത രമാബായി എന്തൊക്കെയാണ് ചെയ്തത്? ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലും അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രമാബായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമാബായിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യമാണ്. സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകളൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ഡിത എന്ന് കൽക്കത്തയിലെ അധ്യാപകർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായിയാണ്. അതുപോലെ തന്നെ ശാരദാ സദനം, വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം, അതുപോലെ തന്നെ മുക്തി മിഷൻ തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്നിവ സ്ഥാപിച്ചതായി തന്നെയാണ് രമാബായിയാണ്. 1889 ബോംബെയിൽ വെച്ച് നടന്ന INCയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാബായി എന്നിവരെ കുറിച്ച് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരാണ്. പ്രാർത്ഥനാ സമാജം ആരാണ് സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആര്യ സമാജമാണ്. അലിഗഡ് പ്രസ്ഥാനം ആരുടേതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനിയാണ് അലിഗഡ് പ്രസ്ഥാനം. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ്? മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഒൽക്കോട്ടിൻ്റെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി രാമകൃഷ്ണ മിഷൻ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലുവിൻ്റെതാണ് ഹിതകാരണ സമാജം. സ്വാഭിമാന പ്രസ്ഥാനം ആരുടേതാണ്? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? EV രാമസ്വാമി നായ്ക്കറിനെയാണ് അല്ലേ. കഴിഞ്ഞ LDC രാഷ്ട്രീയങ്ങളിലൊക്കെ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഒൽക്കോട്ട്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു. ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഇനി ഗതാഗതവും വാർത്താവിനിമയവും. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്? ഗതാഗതവും വാർത്താവിനിമയം എങ്ങനെയാണ് വന്നതെന്നാണ് പറയുന്നത് അല്ലേ. ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഗതാഗത വാർത്താവിനിമയങ്ങൾ ആരംഭിക്കുന്നത്. റെയിൽവേ, പോസ്റ്റൽ സംവിധാനം, കമ്പി തപാലൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതിനായിട്ട് റോഡ് ഗതാഗതം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടും
ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനൊക്കെ ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ത്യക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുക, ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയൊക്കെ ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണ്യവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ വേണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലാണ് പ്രവർത്തിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? കൽക്കട്ടയിലാണ്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ് ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. ഇനി മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ മദ്രാസിലാണ് പ്രവർത്തന കേന്ദ്രം. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? കൽക്കട്ടയിലാണ്. സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. മദ്രാസ് മഹാജൻ സഭയാണെങ്കിൽ മദ്രാസിലാണ്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. ബോംബെ പ്രസിഡൻസ് അസോസിയേഷൻ ബോംബെയിലാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ് ഈ ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയവർ. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ ഒരു ഭാഗത്തായിട്ട് ഒതുങ്ങിക്കൂടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവസാനം എന്ത് രൂപീകരിക്കുകയാണ്? അഖിലേന്ത്യാ സംഘടനകൾ രൂപീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. INC-യിലേക്കാണ് കടക്കുന്നത് കേട്ടോ. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ എത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന ഒരു അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂമായിരുന്നു. ഹ്യൂമായിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പം എന്നാണ് INC രൂപീകരിക്കുന്നത്? 1885 ഡിസംബർ 28 രൂപീകരിക്കുന്നത്. എവിടെയാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. എത്ര പേർ പങ്കെടുത്തു INC-യിൽ? ആദ്യത്തെ INC-യിൽ 72 പേരാണ് പങ്കെടുത്തത്. ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ഓക്കെ, ഇത്രയും പഠിച്ചു വയ്ക്കാം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് INC-യുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുക, അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക.
രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയും മതത്തിൻ്റെയൊന്നും വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തി ഉറപ്പാക്കുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുക. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുമ്പാക്കി അവതരിപ്പിക്കുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുക. ജനങ്ങളെ സംഘടിപ്പിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്കുള്ള കേന്ദ്രങ്ങൾ ഇന്ത്യയിലും അനുവദിക്കുക. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധർ തിലക്, P. ആനന്ദ് ചാർലോ, R. C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. അപ്പോൾ അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധർ തിലക്, P. ആനന്ദ് ചാർലോ, R. C. ദത്ത്, ആനന്ദ് മോഹൻ ബോസ് എന്നിവർ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. C. ശങ്കരൻ നായർ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ്. ആര്? C. ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് INCയിലെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അംഗീകരിച്ചത്. അപ്പോൾ 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആകെക്കൂടിയുള്ള ആദ്യത്തെ ഒരു മലയാളിയായിട്ടുള്ള സർ C. ശങ്കരൻ നായർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? C. ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി INC സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നത്. ഇനി H. റിസ്ലെ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കുവാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. അപ്പോൾ ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബംഗാൾ വിഭജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് നമ്മൾ വായിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. അപ്പോൾ ഇവർക്കെതിരെ കുറേ സമരങ്ങളൊക്കെ നടക്കുകയാണല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു? ബംഗാളായിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചത്. അപ്പോൾ കേഴ്സൺ പ്രഭു ആണ് ഇതിനായിട്ട് മുന്നോട്ട് വരുന്നത് അല്ലേ. കേഴ്സൺ പ്രഭു എന്താണ് പറയുന്നത്? നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണ്, അതുപോലെ തന്നെ കാര്യക്ഷമമായ ഭരണനിർവഹണത്തിനൊക്കെ വിഭജനം അനിവാര്യമാണെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബംഗാൾ വിഭജനം നടക്കുകയാണ്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. ബംഗാളിനെ രണ്ടായിട്ട് കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഐക്യം ഉണ്ടായിരുന്നു. ബംഗാൾ വിഭജനത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നല്ല ഐക്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബംഗാളിലായിരുന്നു കൂടുതലും പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ട് മാറി. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പോൾ എന്നാണ് വിഭജനം? ബംഗാൾ വിഭജനം നടക്കുന്നത് 1905 ഒക്ടോബർ 16 എന്ന് നടക്കുന്നത് ബംഗാൾ വിഭജനം നടക്കുന്നത്. ഒക്ടോബർ 16 വിലാപ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടക്കുന്നത്. അങ്ങനെ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിട്ടുള്ളതാണ് ചോദിക്കാം. അമർ സോണാർ ബംഗ്ലാരുടേതാണ്.
അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് അമർ സോണാർ ബംഗ്ല എന്ന് പറയുന്ന ദേശഭക്തി ഗാനം രചിച്ചത്. അങ്ങനെ ഒരു തെരുവുകളിൽ സംഘടിക്കാണ് ഈ ദേശഭക്തി ഗാനം പാടിക്കൊണ്ട്. അങ്ങനെ ഇത് സ്വദേശി പ്രസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി എന്താണ്? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നിവയായിരുന്നു. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വാശ്രയം എന്ന് പറയുന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് വെച്ചാൽ നമ്മുടെ ദേശത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അത് എല്ലാവരും ഉപയോഗിക്കുക, ഈ വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക, പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതിരിക്കുക, അതൊക്കെ പറയുന്നതാണ് ഈ സ്വദേശി പ്രസ്ഥാനത്തിൽ. അതല്ലാതെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. അപ്പോൾ ഈ സ്വദേശി സമരത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് നിരവധി തുണിമില്ല്, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചത്. ഓക്കെ. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ എടുത്തപ്പോൾ, കഴിഞ്ഞ SCERT 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ ഈ ഒരു ഭാഗമൊക്കെ. അപ്പം ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേശപരമായിട്ടുള്ള നമ്മുടെ ദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറയുന്നതായിരുന്നു ഈ സ്വദേശി സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നേവിഗേഷൻ കമ്പനി, ജാംഷെഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. അപ്പോൾ PC റോയുടേതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ആരുടേതാണ്? PC റോയുടേതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അതുപോലെ തന്നെ സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഇനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി VO ചിദംബരം പിള്ളയുടേതാണ്. സ്റ്റീൽ ഫാക്ടറി ആരുടേതാണ്? ജാംഷെഡ്ജി ടാറ്റയുടേതാണ്. ഓക്കെ. സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. കരുത്തിൻ്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിൻ്റെ മുഴുവൻ പതനത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അപ്പോൾ വിദേശികളുടേതാണ് ഈ ഉപ്പും പഞ്ചസാരയൊക്കെ, അതൊക്കെ അവർ ലംഘിക്കുകയാണല്ലേ, അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ സംസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഈ പ്രസ്ഥാനമൊക്കെ വമ്പിച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലൊക്കെ ഈ പ്രസ്ഥാനത്തിലൊക്കെ പങ്കാളികളായിട്ടുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളൊക്കെ. അതുപോലെ തന്നെ സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഈ പ്രസ്ഥാനം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യുവാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് സ്വദേശി സമിതികൾ നോക്കാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ സംഘടിപ്പിക്കുവാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ എന്ന് പറയുന്നത്. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സ്വദേശി സമിതിയാണ് എന്ന് പറയുന്നത് സ്വദേശി ബാന്ധവ് സമിതി ആരാണ് രൂപീകരിച്ചത്? അശ്വിനി കുമാർ ദത്താണ് ബാന്ധവ് സമിതി രൂപീകരിച്ചത്. അതിലെന്താണ് പറയുന്നത്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക,
സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ആരാണ് ഈ സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്? അശ്വിനി കുമാർ ദത്താണ്. ഇനി മിതവാദികളും തീവ്രദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ പ്രത്യക്ഷ സമരങ്ങളിലൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് പോയിരുന്ന ആൾക്കാരാണ് ഈ മിതവാദികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. ഫിറോസ് ഷാ മേത്ത. മിതവാദികൾ ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ മിതവാദികൾ എന്ന് പറയുന്നത്. ഈ മിതവാദികൾ സമരങ്ങൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു. അവരെന്താണ് ചെയ്തത്? യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ അതൊക്കെയാണ് അവർ കൂടുതലായിട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന സമരങ്ങൾക്കൊക്കെ പകരം അല്ലേ. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്രദേശീയവാദികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇവർക്ക് നേരെ വിപരീതമായിട്ട് തീവ്രദേശീയവാദികൾ വരാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. നമുക്കറിയാം ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്നാലേ പറയുന്നുണ്ട്. അപ്പോൾ തീവ്രദേശീയവാദികൾ ആരൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് എന്നിവരായിരുന്നു. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച് ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അങ്ങനെ അവർ പ്രത്യക്ഷ സമരങ്ങൾ തുടങ്ങുകയാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധർ തിലകും ബിപിൻ ചന്ദ്രപാലും ലാല ലജ്പത് റായിയുമാണ് ആര്? തീവ്രദേശീയവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്. മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. അപ്പോൾ സൂററ്റ് പിളർപ്പ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? 1907 INC സമ്മേളനത്തിലാണ് സൂററ്റ് പിളർപ്പ് നടക്കുന്നത്. അപ്പോൾ 1907 സൂററ്റ് പിളർപ്പ്, അതായത് മിതവാദികളും തീവ്രവാദികളും വേർപ്പെടുന്നത് 1907 സമ്മേളനത്തിലാണ്. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് തന്നെയായിരുന്നു. അങ്ങനെ തീവ്രവാദികളും മിതവാദികളും എന്ന് പറയുന്ന രണ്ട് ഇതുണ്ടായപ്പോഴാണ് അത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് മാറി. ഇനി എന്താണ് സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം? എന്താണ്? ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് നിലവിൽ വന്നതെന്നാണ് 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചെന്ന് പഠിച്ചു വയ്ക്കുക. ആഗാഖാന്റെ നേതൃത്വത്തിലാണ് പോകുന്നത് സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ആരുടെ അടുത്ത് പോവാണ്? മിൻറ്റോ പ്രഭുവിനെ പോയിട്ട് കാണാനല്ലേ. അങ്ങനെ ബാലഗംഗാധർ തിലക് ഉൾപ്പെടെ പലരെയും നാട് കടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അപ്പോൾ കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭരണപരിഷ്കാരങ്ങൾ ആര് നടപ്പിലാക്കാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് 1909 മിൻറ്റോ മോർലി പരിഷ്കരണം എന്ന് പറയുന്നത്. ഈ പരിഷ്കരണത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നിവയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? മിൻറ്റോ മോർലി പരിഷ്കരണം 1906 നിലവിൽ വന്നത്. അതിലെന്താണ് പറയുന്നത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നായിരുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞു ലാൽപാൽ ബാൽ കൂട്ടുകിട്ടുന്നില്ലേ. സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ലാല ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ.
ഇവർ ലാൽപാൽ ബാൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാൽപാൽ ബാൽ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. ഇനി നമുക്ക് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിലേക്ക് കടക്കാം. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. അപ്പോൾ ഒന്നാം ലോക യുദ്ധം നടക്കുന്നത് 1914 ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന സംഘടനയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആനി ബസന്റെയും ബാലഗംഗാധർ തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധർ തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ഒന്നാം ലോക മഹായുദ്ധാനന്തരം നടക്കുകയാണ്. ആ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. അതിൽ ആനി ബസന്റ്, ബാലഗംഗാധർ തിലകുമാണ് ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഹോം റൂൾ എന്ന് വെച്ചാൽ സ്വയംഭരണമായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ പല സ്ഥലങ്ങളിലും ശാഖകളൊക്കെ സ്ഥാപിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ആനി ബസന്റ് ബ്രിട്ടീഷുകാർ ജയിലടക്കുകയാണ്. പക്ഷേ ആനി ബസന്റ് പിന്നെ വന്നു അല്ലേ? 1917 ആൾ മോചിതയായിട്ട് വന്നപ്പോൾ 1917 INC സമ്മേളനത്തിൽ കൽക്കട്ടയിലാണ് INC സമ്മേളനം 1917 നടക്കുന്നത്. ആ ഒരു സമയത്ത് അധ്യക്ഷയായി. അത് കാരണം നമുക്ക് എന്ത് പറയാം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. നെക്സ്റ്റ്, ഐക്യത്തിൻ്റെ ലക്നൗ. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. അപ്പോൾ 1916 INC സമ്മേളനം നടന്നത് എവിടെയാണ്? കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അപ്പോൾ 1916 സമ്മേളനത്തിലാണ് എല്ലാം കൂടിയിട്ട് ഒരുമിക്കുന്നത് അല്ലേ? അതായത് ഇന്ത്യ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടിയിട്ട് ഒരുമിക്കുകയാണ്. അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളുണ്ടായിരുന്നു, മിതവാദ ദേശീയവാദികളുണ്ടായിരുന്നു. ഇവർ തമ്മിലും കൂടി ഒരുമിക്കുകയാണ്. എന്തിൽ നടക്കുന്നത്? ഈ ലക്നൗ സമ്മേളനത്തിൽ നടക്കുന്നത് 1916 ഇതര വഴികളിലൂടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ വിശ്വസിച്ചു. ഏതൊക്കെയാണ് വിപ്ലവ സംഘടനകൾ നമുക്ക് നോക്കാം. അനുശീലൻ സമിതി ബംഗാളിലാണ്. അനുശീലൻ സമിതി എവിടെയാണ്? ബംഗാളിലാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷുമാണ് അനുശീലൻ സമിതിയുടെ നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷാണ്. ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ്? മദ്രാസിലാണ് സ്ഥാപിക്കുന്നത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഇനി യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി എവിടെയാണ്? ബംഗാളിൽ തന്നെയാണ്. അനുശീലൻ സമിതിയും യുഗാന്തർ പാർട്ടിയും ബംഗാളിൽ തന്നെയാണ്. യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും കൂടിയാണ് യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ്. ലാലാ ഹർദയിലാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ അനുശീലൻ സമിതി എവിടെയാണ്? ബംഗാളിലാണ്. ആരൊക്കെയാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ് എന്തിന് നേതൃത്വം നൽകിയത്? അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത്. ഭാരതമാതാ അസോസിയേഷൻ മദ്രാസിലാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഭാരതമാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസാണ് യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ഗദ്ദാർ പാർട്ടി എവിടെയാണ്? അമേരിക്കയിലാണ്. ലാലാ ഹർദയിലാണ് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തമായി തീർന്നു. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പറയുന്നതാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്വാതന്ത്ര്യ സമരങ്ങളും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ.